വെടിക്കെട്ട് അപകടത്തിൽ മാധ്യമപ്രവർത്തകരുടെ പങ്ക് സംശയിച്ച് മലയാള മനോരമ മുൻ ലേഖകൻ വി.കെ. സോമന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ്. അദ്ദേഹം പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി വെടിക്കെട്ട് ശാലയിൽ പോകുന്നതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. മാധ്യമപ്രവർത്തകരും സാമ്പിൾ വെടിക്കെട്ടും, ഇങ്ങനെയാണ് അതിന്റെ തലക്കെട്ട്. ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയതാണ്. 20 വർഷം മുൻപ്, അതായത് 2006 മെയ് 4-ന് പാറമേക്കാവിന്റെ വെടിമരുന്ന് ശാലയ്ക്ക് തീപിടിച്ചത് മാധ്യമപ്രവർത്തകർ അവിടെ ചെന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ ഷൂട്ടും കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ്. സിറ്റിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ പാടുകാടായിരുന്നു സംഭവം. കരാറുകാരൻ വെണ്ണൂർ മേക്കോണത്ത് രാധാകൃഷ്ണൻ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. സർപ്രൈസ് ഐറ്റങ്ങൾ ഒഴിച്ച് അഭിമുഖവും നടന്നു. മണിക്കൂറുകൾക്കകം ആ വെടിമരുന്ന് പുര കത്തി പൊട്ടിത്തെറിച്ച് പുക ചുറ്റി കരിമ്പൊടിയായി 70 വീടുകൾ തകർന്നു. 100ഓളം വീട്ടുകാർക്ക് മാറി താമസിക്കേണ്ടി വന്നു. അടുത്തുള്ള കിണറുകൾ ഉപയോഗശൂന്യമായി. വിയൂർ ജയിലിന്റെ മേൽക്കൂര തകർന്നു. രാധാകൃഷ്ണൻ അടക്കം 7 പേർ കത്തിമരിച്ചു. ഇന്നലെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നിർമ്മാണശാലയിലും മാധ്യമ പ്രവർത്തകർ എത്തിയിരുന്നു. പത്രക്കാരും ചാനലുകാരും എല്ലാം ഉണ്ടായിരുന്നു. ലൈസൻസി മുണ്ടത്തിക്കോട് സതീശൻ എല്ലാം വിശദീകരിച്ചു കൊടുത്തു എന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അവിടെ അമിട്ട് നിറച്ചിരുന്നവരുടെ തമാശകളും മരണവീട്ടിൽ ഒഴിച്ച് ചാനലുകാർ സംഘടിപ്പിക്കുന്ന എക്സ്ക്ലൂസീവ് പാട്ടുപാടിക്കലും വരെ നടത്തി അവർ പിരിഞ്ഞു. അധികം വൈകിയില്ല. പിന്നെ ഇപ്പോഴും നാം കണ്ടും അറിഞ്ഞുമിരിക്കുന്ന ദുഃഖകഥകൾ പറയാൻ അവർ വീണ്ടും അവിടെ എത്തി. ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയാലോ. വളരെ സെൻസിറ്റീവായ, ആർക്കും പ്രവേശനമില്ലാത്ത വെടിമരുന്ന് ശാലയിലേക്ക് സെൻസിറ്റീവായ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകളുള്ള ഉപകരണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഔദ്യോഗിക അനുമതിയോടെയാണോ അനുവദിച്ചത് എന്ന് അന്വേഷിക്കണമെന്ന് ഉദ്യോഗസ്ഥരിൽ ചിലർ ആവശ്യപ്പെട്ടു. കരിമരുന്നിൽ മുക്കി ഉണക്കാനിട്ടിരിക്കുന്ന തിരികൾ കത്തികൊണ്ട് മുറിക്കുമ്പോൾ പോലും തീപ്പൊരി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വെടിക്കെട്ടുകാർ തന്നെ പറയുന്നു. തൃശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കെട്ട് സ്റ്റൈലാക്കിയത് കാരേരക്കാട്ടിൽ ജോസാണ്. 1968-ൽ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ജോസ് ഏറ്റെടുത്തു. അപ്പൻ ആന്റണിയിൽ നിന്നാണ് ജോസിന് ഈ വിരുദ പകർന്നു കിട്ടിയത്. ജോസ് എന്റെ അടുത്ത സുഹൃത്തായിരുന്നു. വക്കം പുരുഷോത്തമൻ ടൂറിസം മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഓണാഘോഷത്തിന് ജോസിന്റെ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജർമ്മൻ ടിവിക്ക് വേണ്ടിയും ഞാൻ ജോസിന്റെ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട്. എന്തിന് ഡിസ്നിലാൻഡിൽ വരെ ജോസ് മിന്നിക്കുന്നത് കണ്ട് സായിപ്പന്മാർ കണ്ണ് തള്ളിയിട്ടുണ്ട്. ജോസ് മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. ജോസിന്റെ കാലത്ത് തന്നെ ഈ രംഗത്ത് സജീവമായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന സഹോദരൻ ഫ്രാൻസിസ്. പറഞ്ഞു വന്നത് 1968-ൽ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഏറ്റെടുത്ത ജോസ് കമ്മിറ്റിക്കാർക്ക് കാണാനായി പൂരത്തലേന്നൊരു അമിട്ട് പൊട്ടിച്ചു. തിരുവമ്പാടിക്കാർ അപ്പോഴാണ് അതറിഞ്ഞത്. അടുത്ത വർഷം ഇരുകൂട്ടരും ധാരണയായി സാമ്പിളായി 10 വീതം അമിട്ട് പൊട്ടിക്കാൻ. പിന്നെ അത് 20ആയി, 40ആയി, ഇപ്പോൾ പൂരം വെടിക്കെട്ടിനോളം ഇമ്മിണി കളറായി. അന്നെല്ലാം അടക്കം 12,500 രൂപയ്ക്കായിരുന്നു കരാർ. ഇന്ന് അത് 60-70 ലക്ഷമായി. 1978-ൽ വെടിക്കെട്ട് അപകടം നടക്കുമ്പോൾ ഞാൻ തൃശൂർ പ്ലസ് ക്ലബിൽ ഉണ്ടായിരുന്നു. 5 പേർ മരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ ഇന്ദിരാഗാന്ധി അപ്പോൾ രാമനിലയത്തിലുണ്ടായിരുന്നു. പരിക്കേറ്റവരെ പിറ്റേന്ന് അവർ ജനറൽ ആശുപത്രിയിൽ സന്ദർശിച്ചതും ഓർമ്മ. ഇങ്ങനെ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരം സെൻസിറ്റീവായ സ്ഥലങ്ങളിലേക്ക്, ഇത്തരം കർശന സുരക്ഷ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിലുള്ള അപകടം അത് പലരും മനസ്സിലാക്കാതെ പോകുന്നു. ഒരു അപകടം ഉണ്ടായിട്ടും അതിനുശേഷം പാറമേക്കാവ് അപകടം ഉണ്ടായതിനു ശേഷവും അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ക്യാമറ അങ്ങനെയുള്ള ഉപകരണങ്ങൾ അവിടെ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് അപകടത്തിന് സാധ്യത ഒരുക്കുന്നു എന്നത് പലരും മനസ്സിലാക്കാതെ പോയി എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ അപകടത്തിന് കാരണമായത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.